ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നല്ല രീതിക്ക് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ. വൈറലൊക്കെ കഴിഞ്ഞു, പക്ഷേ നമ്മൾ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി. സംഭവം എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവില്ലല്ലോ, നമ്മുടെ എഗ്ഗും ടിഷ്യൂ വെച്ചിട്ടുള്ള ഒരു ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഫേസ് മാസ്ക് ആണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോണത്. ഈ ഒരു മാസ്ക് ലാസ്റ്റ് ട്രൈ ചെയ്യുന്നത് ഞാനായിരിക്കും കേട്ടോ. കാരണം ഇത് ഞാൻ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി, കുറച്ച് ആഴ്ചകളായിട്ടോ നമുക്ക് ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഫൈനൽ എങ്ങനെയൊക്കെയാവും നമുക്ക് നോക്കാം കേട്ടോ. മുട്ടയുടെ വൈറ്റ് സെപ്പറേറ്റ് ചെയ്യലാണ് കേട്ടോ ഏറ്റവും ടാസ്ക്. അങ്ങനെ നമ്മൾ മുട്ടയുടെ വൈറ്റൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കാപ്പിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു. ഞാൻ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കണേ. പിന്നെ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രമല്ല കേട്ടോ, കുറേ കുട്ടിപ്പട്ടാളുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലാഗായിരിക്കും. പിന്നെ നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യണം. എല്ലാം കൂടെ എന്താ പറയുക, ഒരുമിച്ചായിട്ട് വരണം കേട്ടോ. ഇനിയുള്ള ഏറ്റവും വലിയ ടാസ്ക് ആയിരുന്നു കേട്ടോ ഇത് മുഖത്ത് തേക്കുക എന്നുള്ളത്. അതിൻ്റെ ബ്രഷും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കൈകൊണ്ട് ഞാൻ കേട്ടോ മുഖത്ത് അപ്ലൈ ചെയ്തേ. പിന്നെ എനിക്ക് ഈ മുട്ടയുടെ വൈറ്റിൻ്റെ സ്മെല്ല് തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. എന്താ പറയുക, തേക്കുമ്പോൾ ഞാൻ കുറേ എക്സ്പ്രഷനൊക്കെ വാരി വിതറുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റെ സ്മെല്ല് തീരെ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ് നല്ല രീതിക്ക് ടൈം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മാസ്ക് ചെയ്ത് തീർത്തത്. കാരണം എനിക്ക് സ്മെല്ല് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് എന്താ പറയുക, ബ്രഷൊന്നും ഇല്ലാത്തതുകൊണ്ട് കൈ കൊണ്ടെടുത്ത് തേക്കാനായിട്ട് കുറച്ച് ടാസ്ക് ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വർത്താനവും കാര്യങ്ങളൊക്കെ നടക്കണോണ്ട് തന്നെ വീഡിയോ അത്യാവശ്യം നല്ല രീതിക്ക് ലാഗുമാണ്. ഞാനിത് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയം എടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി ഇതിന് മുകളിൽ ടിഷ്യൂ ഒട്ടിക്കലാണ് കേട്ടോ. എനിക്ക് എന്താ പറയുക, ഈ സ്മെല്ല് പിടിക്കാത്തതുകൊണ്ട് തന്നെ ടിഷ്യൂ ഒന്നും ഒട്ടിക്കാനായിട്ട് ശരിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ടിഷ്യൂ ഇരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ പകുതിക്ക് ആക്കിയിട്ട് ടിഷ്യൂ ഒക്കെ നല്ല രീതിക്ക് ഒട്ടിച്ചു കൊടുത്തു. ടിഷ്യൂ ഒക്കെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയായിട്ട് ചിരിയാണ് കേട്ടോ വന്നേ. ആ ബാക്കിലിരിക്കുന്നതാണ് പറയണത്, നമ്മുടെ മറ്റേ ചതിക്കാത്ത ചന്തു മൂവിയിൽ ലാസ്റ്റ് ഭാഗത്ത് നമ്മുടെ അവൻ്റെ പേര് എനിക്ക് ശരിക്കറിയില്ല, ഇങ്ങനെ പ്രേതത്തിനെ പോലെ വരില്ലേ, ആ ഒരു രൂപമാണ് കേട്ടോ അവർക്കൊക്കെ ഓർമ്മ വന്നതെന്നെ കണ്ടിട്ട്. സംഭവം ശരിയാണ്, എനിക്ക് തന്നെ കണ്ടിട്ട് പേടിയായി. ശരിക്കും ക്യാമറയിൽ കാണുന്ന പോലെയല്ല കേട്ടോ ശരിക്കും കാണുമ്പോൾ. ഭയങ്കര എന്താ പറയുക, പേടിപ്പിക്കുന്ന പോലെയൊക്കെ ആയിരുന്നു. ഞാൻ ടിഷ്യൂ ഒക്കെ ഒട്ടിച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും ടിഷ്യൂ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തകൃതിയായിട്ട് ടിഷ്യൂ ഒട്ടിക്കലും സംസാരവും എല്ലാം പോകുന്നു കേട്ടോ. കണ്ടോ, ഇത് തീരെ ടിഷ്യൂ ഇരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ മുഖത്ത്. പിന്നെ ഞാൻ ടിഷ്യൂ ഒട്ടിക്കും, വീണ്ടും അത് തേച്ച് കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒട്ടിച്ചേ. ഒരു രണ്ട് ടിഷ്യൂ ഒക്കെ ഞാൻ ഒരു ഭാഗത്ത് തന്നെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഇരിക്കാത്തതുകൊണ്ട്. പിന്നെ ആ ഒരു സംസാരവും വർത്താനമൊക്കെ കാരണം അധികം സമയം എടുത്തിട്ടാണ് ടിഷ്യൂ ഒക്കെ ഒട്ടിച്ചെടുത്തത്. പിന്നെ ഒരുപാട് റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല എഫക്റ്റീവ് ഉള്ളൊരു മാസ്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്യുന്നതും അങ്ങനെ കുറേ കണ്ടുകൊണ്ടാണ് കേട്ടോ ഞാനത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടാനായിട്ടും കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വൈറലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ച് സെറ്റായിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളത് ഒട്ടിച്ച് കഴിഞ്ഞു കേട്ടോ. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ 30 മിനിറ്റൊക്കെ നമ്മളത് വെക്കണം. അങ്ങനെ ഞാൻ 30 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി അടുത്ത പരിപാടി ഇത് പറിച്ചെടുക്കലാണ്. സംഭവം എനിക്ക് നല്ല രീതിക്ക് പെയിൻ ഉണ്ടായിരുന്നു, കാരണം എൻ്റെ മുഖത്ത് കുഞ്ഞു ഹെയറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഒരു ടിഷ്യൂൻ്റെ മുകളിൽ വീണ്ടും ടിഷ്യൂ ഒക്കെ വെച്ചിട്ടാണ് ഈ സംഭവം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ചില ഭാഗത്തൊക്കെ നല്ല രീതിക്ക് തന്നെ വേദന എടുക്കുന്നുണ്ടായിരുന്നു. വീഡിയോ ഞാൻ സ്പീഡ് കൂട്ടിയതുകൊണ്ട് ശരിക്കും അറിയാത്തതാണ് കേട്ടോ. നല്ല വേദന എടുത്തിട്ട് ഞാൻ മെല്ലെ മില്ലാണ്ട് ഇതൊക്കെ ഊരിയെടുക്കുന്നത്. കുറച്ചധികം ടൈം എടുത്തു കേട്ടോ അതൊക്കെ ഊരിയെടുക്കാനായിട്ട്. പിന്നെ ഞാൻ കുറച്ചൊന്നും ശരിക്കും ഒട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കഴുകിയൊക്കെ എടുത്തു. സംഭവം നല്ല എഫക്റ്റീവ് ആയിരുന്നു കേട്ടോ. എൻ്റെ മുഖത്ത് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടായിരുന്നില്ല, പക്ഷേ വൈറ്റ് ഹെഡ്സൊക്കെ നല്ല രീതിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ആ ഒരു പണിയും കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഫേസൊക്കെ നല്ല രീതിക്ക് കഴുകിയിട്ട് റിസൾട്ട് എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കോലം കേട്ടോ. എഫക്റ്റോ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ എഫക്റ്റ് ഇല്ലാണ്ട് തന്നെയാണ് വീഡിയോസൊക്കെ എടുക്കാറ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. എൻ്റെ മുഖത്ത് എന്തിട്ടാലും ചുമക്കും കിട്ടും മുഖം. അപ്പോൾ ഈ മൂക്കിൻ്റെയും കാര്യങ്ങളൊക്കെ ചുമന്നിട്ടുണ്ട്, കാരണം ഇത് പറിച്ചെടുത്തതിൻ്റെ ആ ഒരു ഇതിൽ. പക്ഷെ നല്ലതാണ് കേട്ടോ. എനിക്ക് തന്നെ ഒരു എന്താ പറയുക, ഗ്ലോ വന്ന പോലൊക്കെ തോന്നി. നല്ലത് തന്നെയായിരുന്നു. പിന്നെ വൈറ്റ് ഹെഡ്സൊക്കെ നല്ല രീതിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സമയമെടുത്ത് ചെയ്ത ഒരു ടാസ്ക് ആണെങ്കിലും നല്ല ഒരു മാസ്കാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഫേസ് മാസ്കാണ്.
അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ.